കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി ഇന്ന് പകലും ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാനും ദൈവം തന്ന ദൂതുകൾ കൈമാറാനും പരിശുദ്ധാത്മാവ് അടിയനെ സഹായിച്ചു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു. വീണ്ടും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിച്ചത് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും ദൈവം അവസരം നൽകി. വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. തീർച്ചയായും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സ്നേഹം എത്ര വിലപ്പെട്ടതാണ്. യേശു നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ സഹായിക്കും, നമ്മളെ ശക്തീകരിക്കും. കർത്താവിന് വേണ്ടി ജീവിതം നമ്മൾ സമർപ്പിച്ചാൽ മതി. കർത്താവ് നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തും. യേശുവിൽ പണിയപ്പെടുന്ന, യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന, കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയുന്ന ഒരു വ്യക്തിയും ഈ ഭൂമിയിൽ പരാജയപ്പെടുകയില്ല. അവൻ്റെ സന്തതി തളർന്നു പോകില്ല, വഴിതെറ്റില്ല, അവൻ്റെ കുടുംബം ശിഥിലമാകില്ല. കർത്താവ് അവരെ സ്നേഹിക്കും, ദൈവം അവരെ പരിപാലിക്കും. ആ സ്നേഹത്തിലും ആ പരിപാലനത്തിലും ദൈവം നിങ്ങൾക്ക് ഇന്ന് രാവിലെയും ഇരട്ടി മധുരമായി അനുഗ്രഹങ്ങൾ നൽകി തരട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ മക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയവ ചെയ്യും. ഒരിക്കലും നിങ്ങൾ ക്ഷീണിക്കാൻ, തളർന്നു പോകാൻ ഈ യേശുവപ്പ അനുവദിക്കുകയില്ല. ഇന്ന് കർത്താവിനോട് ചേർന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്ന, കർത്താവിൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന, കർത്താവിൻ്റെ ഇമ്പസ്വരം കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം പറയുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി യേശുവപ്പ എൻ്റെ കയ്യിൽ തന്ന വേദവാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 48-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ചു, എന്നാൽ അത് നല്ലതുവണ്ണം പണിതിരിക്കുന്നത് കൊണ്ട് അത് ഇളകിപ്പോയില്ല. അത് നല്ലതുവണ്ണം പണിതിരിക്കുന്നത് കൊണ്ട് ഇളകിപ്പോയില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിൻ്റെ വാക്കുകളാണ് നമ്മളിവിടെ കേൾക്കുവാൻ ഇടയായത്. യേശു കർത്താവ് പറയുക, എന്നെ നിങ്ങൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് കൊണ്ട് നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. കർത്താവിനെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചതുകൊണ്ട് ദൈവരാജ്യത്തിൽ കടക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഈ ലോകത്തിൽ പല മനുഷ്യരുണ്ട്, വ്യത്യസ്ത മതങ്ങളുണ്ട്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പലതാണ്. എന്നാൽ ഏതു മതത്തിൽപ്പെട്ട വ്യക്തിക്കും, ഏത് അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന വ്യക്തിക്കും യേശുവിനെ കർത്താവേ എന്ന് വിളിക്കാം. അതിന് ആരും തടയത്തില്ല. അതിന് ബൈബിൾ ഒരിക്കലും വിലക്കത്തില്ല. മനുഷ്യനായി പിറന്ന ഏതു മനുഷ്യർക്കും, അത് ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയാകട്ടെ, അവർ വിശ്വസിക്കുന്ന ദൈവം ഏതുമാകട്ടെ, അവർക്ക് യേശുവിനെ കർത്താവേ എന്ന് വിളിക്കാം. പക്ഷേ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചതുകൊണ്ട് ദൈവരാജ്യത്തിൽ ഒരിക്കലും പോകാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ഇതര മതസ്ഥരായ ഒരു വ്യക്തി ആ മതത്തിൽ നിന്നുകൊണ്ട് യേശുവേ എന്ന് വിളിച്ചാൽ ചിലപ്പോൾ അവൻ്റെ രോഗം കർത്താവ് സൗഖ്യമാക്കി എന്ന് വരും. ക്യാൻസർ മാറിയെന്ന് വരും, തലവേദന മാറി വരും, മക്കൾക്ക് ദൈവം വഴി തുറന്നെന്ന് വരും. കാര്യമൊക്കെ ശരിയാണ്, യേശു അത് ചെയ്തു കൊടുക്കും. പക്ഷേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് മാത്രമേ കടക്കുവാൻ കഴിയുള്ളൂ. ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം, നമ്മുടെ ലക്ഷ്യം രോഗസൗഖ്യം ആകരുത്.
നമ്മുടെ ലക്ഷ്യം വസ്തു വാങ്ങുന്നതും വീട് പണിയുന്നതും ആകരുത്. നമ്മുടെ ലക്ഷ്യം വാഹനം വാങ്ങുന്നതും മക്കളെ യൂറോപ്പിൽ അയക്കുന്നതും ആകരുത്. എന്നാൽ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യമായ കാര്യമാണ്. നമുക്ക് നന്മ വേണം, മക്കൾ വിദേശത്ത് പോകണം, കയറിക്കിടക്കാൻ ഒരു വീട് വേണം, യാത്ര ചെയ്യാൻ വാഹനം വേണം, ജീവിക്കാൻ അത്യാവശ്യം ചുറ്റുപാടുകളൊക്കെ നമുക്ക് വേണം. മനുഷ്യനായി ഈ ഭൂമി ജീവിക്കുമ്പോൾ അത് നമുക്ക് ആവശ്യമാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യം നിത്യതയായിരിക്കണം. കാരണം ഏതു സമയവും നമ്മളെ വിളിക്കാം, ഏത് പ്രായത്തിലും വിളിക്കാം. മരണത്തെ ആർക്കും തടയാൻ പറ്റില്ല. പക്ഷേ മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ആ മരണാനന്തര ജീവിതം 2 ഓപ്ഷനാണ് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നത്. ഒന്നിൽ നിത്യസ്വർഗത്തിൽ, അല്ലെങ്കിൽ നിത്യ നരകത്തിൽ. അത് ഏത് വേണം എന്നുള്ളത് നമ്മുടെ പിതാക്കന്മാർ, അല്ലെങ്കിൽ നമ്മളെ പ്രസവിച്ച അമ്മ, അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിലെ അച്ഛനോ അല്ലെങ്കിൽ പാസ്റ്ററോ ഉപദേശിയോ അല്ല തീരുമാനിക്കുന്നത്. അത് ഞാൻ തന്നെ തീരുമാനിക്കണം. ഞാൻ എവിടെ പോകണം, ഏത് ലക്ഷ്യസ്ഥാനത്തെത്തണം, എവിടെ വരെ ഞാൻ ആകണം, ഞാൻ ഏതിനെ തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. ആ കാര്യത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് ഒരിടപാടുമില്ല, ഭർത്താവിനൊരിടപാടുമില്ല, പാസ്റ്റർക്കൊരിടപാടുമില്ല. അത് ഞാൻ തന്നെ തിരഞ്ഞെടുക്കണം. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനൊത്തവണ്ണം പ്രതിഫലം വീതിക്കുന്ന ഒരു നാളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ വിശ്വസ്തയോടെ ജീവിക്കുക, കർത്താവിന് വേണ്ടി ജീവിക്കുക, സമർപ്പിച്ച് ജീവിക്കുക, കർത്താവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ജീവിക്കുക. ഇവിടെ ജീവിതത്തിൽ വിജയിച്ച ഒരു വ്യക്തിയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ആ വാക്യത്തിൽ വായിച്ചത്, എന്നാൽ അത് നല്ലതുവണ്ണം പണിതിരിക്കുന്നത് കൊണ്ട് അത് ഇളകിപ്പോയില്ല. നിങ്ങളെ പദം കണ്ടോ? നല്ലതുവണ്ണം പണിതിരിക്കുന്നത് കൊണ്ട് ഇളകിപ്പോയില്ല. വീട് പണിയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുക. അവൻ വീട് പണിതിരിക്കുന്നത് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാണ്. എവിടെയാണ് അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്? പാറമേൽ. നമ്മൾ ഒരു വീട് പണിയുന്നെങ്കിൽ, ഒരു ബിൽഡിങ് പണിയുന്നെങ്കിൽ നമ്മൾ പാറയിലാണ് എന്ത് ചെയ്യുന്നത്? പണിയുന്നത്. പാറ മൂലക്കല്ലായി കൊത്തിയെടുത്ത് അത് പ്രാർത്ഥിച്ച് ആ വാനത്തിലിട്ട് അതിൻ്റെ മേൽ, ആ കല്ലിൻ്റെ മേലാണ് മറ്റ് ശിലകൾ പറക്കി വെച്ച് അത് കോൺക്രീറ്റ് ചെയ്ത് നമ്മൾ ബിൽഡിങ്ങുകൾ എന്ത് ചെയ്യുന്നത്? പണിയുന്നത്. അപ്പോൾ പാറ കൊണ്ട് വീട് പണിയുന്നു. എന്തിനാണ് പാറ കൊണ്ട് പണിയുന്നത്? മണ്ണിൽ പണിതാൽ പോരെ. ഒരിക്കൽ യേശു കർത്താവ് മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, 2 പേര് 2 വീട് പണിതു. ഒന്ന് മണലിൽ പണിതു, ഒന്ന് പാറയിൽ പണിതു. കാറ്റ് വന്നു, മഴ പെയ്തു, പാറയിൽ പണിത വീട് അങ്ങനെ തന്നെ നിന്നു. മണലിൽ പണിത വീടോ അത് അങ്ങനെ തന്നെ ഒലിച്ചുപോയി. അപ്പം മണ്ണിൽ പണിയുന്ന വീട് അടിസ്ഥാനമില്ലാത്ത വീടാണ്. ഫൗണ്ടേഷൻ ശരിയല്ല. അത് ഏത് സമയം ഇളകിപ്പോകാം, ഒലിച്ചു പോകാം, മണ്ണ് ഇളകി മാറാം. എന്നാൽ പാറയിൽ പണിയുന്ന, അടിസ്ഥാനമിടുന്ന, പാറയിൽ ഫൗണ്ടേഷൻ ഇടുന്ന ഒരു വീട് ഏത് പ്രതിസന്ധികൾ വന്നാലും ആ വീട് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ഇളകത്തില്ല, അത് ഒലിച്ചു പോകത്തില്ല, അത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പം കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അങ്ങനെ തന്നെയാണ്. യേശുവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന, യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുന്ന, യേശു പറയുന്നത് അപ്പടി വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന, യേശുവിനായി ജീവിതം സമർപ്പിക്കുന്ന ഒരു ക്രിസ്തീയ ദൈവപൈതൽ, അവൻ്റെ അടിസ്ഥാനം, അവൻ്റെ ഫൗണ്ടേഷൻ എപ്പോഴും പാറയിൽ തന്നെ ആയിരിക്കും. ഈ പാറ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വേദപുസ്തകത്തിൽ കാണുന്നത് പാറ ക്രിസ്തുവാകുന്നു. ക്രിസ്തുവാകുന്നു പാറ. അപ്പം ഈ പാറയിൽ അടിസ്ഥാനം ഇടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്രിസ്തുവിൽ അടിസ്ഥാനം ഇടുക എന്നുള്ളതാണ്. ക്രിസ്തുവിൽ പണിയുന്ന ഒരു വീട് മുടിഞ്ഞു പോകില്ല. ക്രിസ്തുവിൽ പണിയുന്ന ഒരു ജോലി ഇടയ്ക്ക് വെച്ച് നിന്നു പോകില്ല. ക്രിസ്തുവിൽ പണിയുന്ന ഒരു കുടുംബജീവിതം ഒരിക്കലും താളടിയാകില്ല. ക്രിസ്തുവിൽ പണിയുന്ന ഒരു ജീവിതം ഒരിക്കലും വഴിതെറ്റി പോകില്ല.
അപ്പോൾ നമ്മുടെ പണി എവിടെയായിരിക്കണം? ക്രിസ്തുവിലായിരിക്കണം, പാറയിലായിരിക്കണം. ഇവിടെയും അതുതന്നെയാണ് പറയുന്നത്. പാറയിൽ അടിസ്ഥാനമിടുന്ന വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. ഇനി പാറയിൽ പണിതാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ആ 48-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ചു. വെള്ളപ്പൊക്കം ഉണ്ടായി, ഒഴുക്ക് എന്ത് ചെയ്തു? വീടിനോട് അടിച്ചു. എന്നാൽ അത് നല്ലത് വണ്ണം പണിതിരിക്കുന്നത് കൊണ്ട് അത് ഇളകി പോയില്ല. അടിസ്ഥാനം മണ്ണിൽ അല്ല, പാറയിൽ ആണ്. നോക്കുക, ക്രിസ്തുവിൽ പണിയുന്ന ഒരു ദൈവവൈതലിന്, ക്രിസ്തുവിൽ ആരംഭിക്കുന്ന ഒരു ദൈവവൈതലിന്, ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു ദൈവവൈതലിന് ഇവിടെ എന്തുണ്ടെന്നറിയാമോ? ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെള്ളപ്പൊക്കം ഉണ്ടായി, ഒഴുക്ക് വീടിനോട് അടുത്തു. താങ്ങാൻ കഴിയാത്ത വെള്ളപ്പൊക്കം. വെള്ളപ്പൊക്കം വന്നാൽ അതിനെ തടയാൻ ആർക്കും കഴിയില്ല. ചൂരൽമലയിലും അതേപോണക്ക് തന്നെ തിരുവനന്തപുരം അമ്പൂരും ഒക്കെ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഉരുളുപൊട്ടി വെള്ളം വന്ന് നമുക്ക് കണ്ടിട്ടുണ്ട്. മണിയാറ് പൊങ്ങി സൈഡിലുള്ള വീടുകളൊക്കെ വെള്ളത്തിൽ പോയ കാര്യം നമുക്കറിയാം. അച്ചൻകോവിലാറ് മുങ്ങി അതിൻ്റെ കര നിറഞ്ഞ് കവിഞ്ഞ് ചുറ്റുമുള്ള വീടുകളും തോട്ടങ്ങളും ഇളകി മറിഞ്ഞു പോയി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വെള്ളപ്പൊക്കം വന്നാൽ അതിനെ തടയാൻ ആർക്കും പറ്റില്ല. മുല്ലപ്പെരിയാറ് പൊട്ടിയാൽ കേരളത്തിൽ 50 ലക്ഷം ജനം തീർന്നു പോകുമെന്ന് ഒരു കണക്ക് പറയുന്നുണ്ട്. കാരണം പൊട്ടിയാൽ അതിനെ തടയാൻ ആർക്കും എന്ത് ചെയ്യില്ല, പറ്റില്ല. അപ്പം വെള്ളപ്പൊക്കത്തെ അതിശക്തമായി ഇരമ്പിക്കേറി വരുന്ന ജലാശയത്തെ പിടിച്ചു കെട്ടാൻ ഇവിടെ ഒരു ടെക്നോളജിയും ഇതുവരെ വളർന്നിട്ടില്ല. വെള്ളത്തെ തടയാൻ ആർക്കും പറ്റില്ല. അതങ്ങനെയാണ്. കടല് നമുക്കറിയാം, ആലപ്പുഴയിലും വർക്കലയിലും തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ കടൽ ബീച്ചുകളുണ്ട്. അല്ലെങ്കിൽ ഇറങ്ങി നിന്ന് കുളിക്കാനും അല്ലെങ്കിൽ കാറ്റുകൊള്ളാനും കടൽ കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇത് എത്രയോ അടി ഭൂമിക്ക് മീതെ പൊങ്ങിക്കിടക്കുന്ന സ്ഥലം അറിയാവും. പക്ഷേ ഈ കടലൊന്ന് ഇരമ്പിക്കേറി വന്നാലോ ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? ഒരു മനുഷ്യനും തടയാൻ പറ്റില്ല. കടൽ ഭിത്തി സർക്കാർ കൊണ്ടുവന്ന് കടൽ ഭിത്തി എന്ന് പറഞ്ഞ കല്ലുകൾ ഇറക്കി അതിനെ ഒന്ന് വേർതിരിച്ചിട്ടുണ്ട്. അവിടെ പോയി നിന്ന് നോക്കൂ. ഇത് അടിച്ച് കയറി വരുമ്പോൾ ഈ കടൽ ഭിത്തിയെ അടിച്ച് മറുകട കയറി വെള്ളം വരുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പം വെള്ളത്തെ തടയാൻ ആർക്കും പറ്റില്ല. പ്രതിസന്ധി ഇതുപോലെ ജീവിതത്തിൽ കയറി വരാം. പ്രതികൂലങ്ങൾ ഇതുപോലെ കയറി വരാം. തടുക്കാൻ കഴിയാത്ത, പിടിച്ചു നിർത്താൻ കഴിയാത്ത ഭയങ്കരമായ വെല്ലുവിളികൾ, ശോധനകൾ, കഷ്ടതകൾ വെള്ളം വരുന്നതുപോലെ വീടിനോട് വന്ന് അടിച്ച് നമ്മളെ തകർക്കാൻ വരുന്നതുപോലെ പ്രതിസന്ധികൾ രോഗമാകാം, ദുഃഖമാകാം, പരിഹാസമാകാം, ആക്ഷേപമാകാം, അപമാനമാകാം, കണ്ണുനീരാകാം. എന്തു നമ്മുടെ ജീവിതത്തിൽ കയറി വന്നാലും അതിനെ നമുക്ക് തടയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ ഫൗണ്ടേഷൻ ക്രിസ്തുവിലാണെങ്കിൽ ഇവ നിന്നെ തൊടുകയില്ല. നിന്റെ ഫൗണ്ടേഷൻ പാറയിലാണെങ്കിൽ ഈ വെള്ളം വന്ന് നമ്മുടെ വീടിൽ അടിച്ചാലും, നമ്മുടെ ജീവിതത്തെ കയറി അടിച്ചാലും, നമ്മുടെ കുഞ്ഞുങ്ങളെ അടിച്ചാലും, അവരുടെ ഭാവിയെ കയറി അടിച്ചാലും, അവരുടെ ജോലിയെ കയറി അടിച്ചാലും, നമ്മുടെ വാഹനത്തെ കയറി അടിച്ചാലും, നമ്മുടെ ഭൗതികമായ സാമ്പത്തിക മേഖലകളെ വന്ന് അടിച്ചാലും, ഇനി എന്തിനേറെ പറയുന്നു, നമ്മുടെ കിഡ്നിയോ ലിവറിനെയോ പാങ്ക്രിയാസിനെയോ ബ്രെയിനെയോ എവിടെയെങ്കിലുമൊക്കെ ഈ വെള്ളം മലപ്പാച്ചിൽ പോലെ കയറി വന്ന് അടിച്ചാലും നമ്മൾ അങ്ങനെ തന്നെ നിൽക്കും. വെള്ളം ഇറങ്ങിപ്പോകും, നമ്മൾ അങ്ങനെ തന്നെ നിൽക്കും. വെള്ളം ശാന്തമാകും, അത് വറ്റിപ്പോകും, പക്ഷെ നമ്മൾ അങ്ങനെ തന്നെ നിൽക്കും. കാരണം നമ്മൾ ഒഴുകത്തില്ല. അതിൻ്റെ അർത്ഥം അടിസ്ഥാനം ക്രിസ്തുവിലായതുകൊണ്ടാണ്. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. നമ്മുടെ ഫൗണ്ടേഷൻ എവിടെയാ? നമ്മുടെ ഫൗണ്ടേഷൻ എവിടെയാ? ആരില്ല നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്നത്? മനുഷ്യരിലാണോ? നീ തകർന്നു പോകും. അമ്മാച്ചനിലാണോ? നീ തോറ്റുപോകും. ഏതെങ്കിലും ദൈവദാസന്മാരിലാണോ? അൻപേ നീ പരാജയപ്പെട്ടു പോകും. നിന്റെ ഫൗണ്ടേഷൻ നിന്റെ ബാങ്കിൽ കിടക്കുന്ന പണത്തിലാണോ? നീ പരാജയപ്പെടാൻ ഒത്തിരി വഴി നിന്റെ മുമ്പിലുണ്ട്. നിന്റെ കായിക ബലത്തിലാണോ? നിന്റെ മാനസികമായ
നെഞ്ചുറപ്പിലാണോ നീ നിൽക്കുന്നത്? നീ എവിടെയൊക്കെയോ തീർന്നു പോകാൻ വഴിയുണ്ട്. വെള്ളം വീടിനോട് അടിക്കുന്നത് പോലെ ഇവിടെ വലിയ ഒഴുക്ക് വന്ന് വീടിനെ തട്ടുന്നത് പോലെ നമുക്ക് നേരെ വരുന്ന ഒഴുക്കിനെ, പ്രതിസന്ധിയെ, പ്രതികൂലത്തെ വീശി അടിക്കുമ്പോൾ പ്രിയരെ, നമ്മളതിനെ ജയിക്കേണ്ടതിന് ക്രിസ്തുവിൽ നമ്മുടെ ജീവിതം പണിയണം. പാറയിൽ അടിസ്ഥാനം ഉറയ്ക്കണം. ജീവിതത്തിൽ ഏതു കൊടുങ്കാറ്റും നിങ്ങൾക്ക് നേരെ കടന്നു വരട്ടെ, പാറയിലാണ് നീ പണിയപ്പെടുന്നെങ്കിൽ ദൈവം നിന്നെ കൈക്ക് പിടിക്കും. ഒരിക്കലും ക്ഷീണിച്ച് പോകില്ല, ഒരിക്കലും നീ തകർന്നു പോകില്ല. പാറയിലായിരിക്കണം, ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ ഫൗണ്ടേഷൻ. ഇവിടെ വേദപുസ്തകത്തിൽ പറയുകയാണ്, അല്ലെങ്കിൽ 49 വാക്യത്തിൽ കാണുന്നു, കൂടാതെ മണ്ണിൽ മേൽ വീട് പണിയുന്ന മനുഷ്യനോട് തുല്യൻ, ഒഴുക്കടിച്ച് ഉടനെ അത് വീണു. മണ്ണിൽ പണിതാൽ, മറ്റുള്ളവരിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം പണിതാൽ, മറ്റുള്ളവരിൽ നമ്മുടെ ജീവിതം പണിതാൽ, നമ്മൾ പണിയുന്നത് ഇനി ബിബ്ലിക്കലായിട്ട് പറഞ്ഞാൽ ഏലിയാവിലോ മോശയിലോ അല്ലെങ്കിൽ അബ്രഹാമിലോ സാറായിലോ അല്ലെങ്കിൽ ദാവീദിലോ ഒക്കെ നമ്മുടെ ക്രിസ്തീയ ജീവിതം പണിതാൽ നമ്മുടെ ജീവിതം വീണുപോകും. ഒഴുക്കടിച്ച് ഉടനെ അത് വീഴും. അവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെയാ, ഉടനെ വീഴും. ഒഴുക്ക് ശക്തമാണ്, പ്രതികൂലം ശക്തമാണ്, നമുക്ക് നേരെ വരുന്ന പ്രതിസന്ധി ശക്തമാണ്. പക്ഷെ അത് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ പൂർവ്വപിതാക്കന്മാരിലാണ്, ബിബ്ലിക്കലായി ബൈബിളിൽ പറയുന്ന പഴയ നിയമ ഭക്തന്മാരിലാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ നമ്മൾ ഒഴുക്കിൽ തകർന്നു പോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഒഴുക്ക് വന്നാലും ശക്തമേറിയ പ്രതികൂലങ്ങൾ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചാലും നീ അങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ, ഹല്ലേലൂയ, അങ്ങനെ തന്നെ തലയെടുത്ത് നിൽക്കണമെങ്കിൽ, അങ്ങനെ തന്നെ ഉറപ്പോടെ നിൽക്കണമെങ്കിൽ ക്രിസ്തു എന്ന പാറയിൽ നിന്റെ ജീവിതം നീ പണിയപ്പെടണം. അപ്പൊ ക്രിസ്തുവിൽ പണിതാൽ നീ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ക്ഷീണിക്കത്തില്ല. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 8-ാം അധ്യായത്തിൽ അതിൻ്റെ 39 വാക്യം മുതൽ ക്രിസ്തുവിൽ പണിയുന്നവൻ്റെ ഒരു ധൈര്യത്തെക്കുറിച്ച് കാണാൻ കഴിയും. ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം. മരണത്തിനോ, അടുത്തത് ജീവനോ, ദൂതന്മാർക്കോ, വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ, മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ പണിയപ്പെട്ട പൗലോസ്, ക്രിസ്തുവിൽ രൂപാന്തരം പ്രാപിച്ച പൗലോസ്, ദമസ്കോസ്കിൻ്റെ പടിവാതിക്കൽ ശൗലായിരുന്ന കാലഘട്ടത്തിൽ ഒരു കൈയിൽ വാളും മറുകൈയിൽ കുതിരയുടെ ഞാണും ആ കൈയിൽ അധികാരപത്രവും പിടിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന, യേശുവിനെ സ്തുതിക്കുന്ന പ്രിയപ്പെട്ടവരെ വെട്ടിക്കൊല്ലുവാൻ പൂർണ്ണ അധികാരം, അതോറിറ്റി ഏറ്റുവാങ്ങിക്കൊണ്ട് ദമസ്കോസ്കിലേക്ക് പാഞ്ഞു ചെല്ലുമ്പോഴാണ് പടിവാതിക്കൽ വെച്ച് ദൈവം അവനെ പിടിക്കുന്നത്. ആ കുതിരയിൽ നിന്ന് അവൻ താഴെ വീണ് കണ്ണിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ട് അവിടെ കിടന്ന് കരയുമ്പോൾ അനന്യാസിനെ ദൈവം അയച്ച് കൈവച്ചു പ്രാർത്ഥിച്ചവൻ്റെ കണ്ണിലെ തിമിരം പോലെ ഇളകി കാഴ്ച പ്രാപിച്ച് മേൽക്കുമേൽ ശക്തി പ്രാപിച്ച, ദൈവകൃപ പ്രാപിച്ച യേശുവിനെ മുഖാമുഖമായി കണ്ട് രൂപാന്തരപ്പെട്ട ശൗൽ പിന്നത്തേതിൽ പൗലോസായി മാറുന്ന ചരിത്രം നമുക്ക് അപ്പോസ്തല പ്രവൃത്തി കാണാൻ കഴിയും. ഈ അപ്പോസ്തലനായ പൗലോസ് ധനാഢ്യനായിരുന്നു, വിദ്യാസമ്പന്നനായിരുന്നു, ഒത്തിരി അറിവുകളുള്ളവനായിരുന്നു, ഒത്തിരി പണമുള്ളവനായിരുന്നു, കപ്പലുകൾ പോലും അവൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു. ഇതെല്ലാം ക്രിസ്തു നിമിത്തം ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ഇതൊക്കെ ഛേദമെന്നെണ്ണി. കണ്ടോ, ഒരുവൻ ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞപ്പോൾ തനിക്കുണ്ടായ സകല നന്മകളും, തന്നെ വലിയവനാക്കിയ സകല പൊസിഷനുകളും, പണവും സ്ഥാനവും വിദ്യാഭ്യാസവും മാനവും ഛേദമെന്നെണ്ണി. അടുത്തത് ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നത് ചപ്പം നെണ്ണി, ചവറം നെണ്ണി. തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി
വല്ലവിധനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചുകൊണ്ട് താൻ ക്രിസ്തുവിനെ നേടിയ സന്തോഷത്തിൽ ക്രിസ്തു തൻ്റെ ഉള്ളിൽ വന്നപ്പോൾ, ക്രിസ്തുവിൻ്റെ ജീവൻ, ക്രിസ്തുവിൻ്റെ ആത്മാവ് പൗലോസിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ, ക്രിസ്തു ഉള്ളവനായി അവൻ ക്രിസ്തു എന്ന പാറയിൽ തൻ്റെ ജീവിതം പണിതു. ശൗലായിരിക്കുന്ന സമയം അവൻ്റെ ജീവിതം മണ്ണിൽ മേലാണ് പണിതത്. ശൗലായി അധികാരപത്രമുണ്ടായിരുന്നു. ശൗലായിരിക്കുമ്പോൾ പുരോഹിതന്മാരുമായി ബന്ധമുണ്ടായിരുന്നു, മഹാപുരോഹിതന്മാരുമായി ബന്ധമുണ്ടായിരുന്നു. ഗമാലിയലിൻ്റെ പാദപീഠത്തിരുന്ന് പഠിച്ചവനായിരുന്നു. ശുഷ്കാന്തി സംബന്ധിച്ച് പരീക്ഷനായിരുന്നു. സകല ഭൗതിക നന്മകളും പണവും സ്ഥാനവും മാനവും ഒക്കെ തനിക്കുണ്ടായിരുന്നു. എല്ലാം അത് മണ്ണിൽ മേലാണ് പണിതത്. എന്നാൽ ക്രിസ്തുവിൽ പണിതപ്പോൾ, ക്രിസ്തു എന്ന പാറമേൽ പണിതപ്പോൾ, മണ്ണിൽ പണിത സകലതും അവൻ ചപ്പും ചവറുമായി എണ്ണിയിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ താൻ വേരൂന്നാൻ തുടങ്ങി. ഇന്ന് രാവിലെ ആത്മനിറവിൽ ഞാൻ വിളിച്ചു പറയാം, ക്രിസ്തുവിൻ്റെ സ്നേഹം നിൻ്റെ വീട്ടിൽ വരുമ്പോൾ, അല്ല നിൻ്റെ അകത്ത് വരുമ്പോൾ, നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ വലുതായി കാണാൻ, മറ്റുള്ളവരെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ അർത്ഥം നമ്മൾ വലിയ സംഭവമായതുകൊണ്ടല്ല, നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഇല്ലാത്തത് കൊണ്ടാണ്. ക്രിസ്തു നമ്മുടെ അകത്തുണ്ടെങ്കിൽ നാം മറ്റുള്ളവരോട് ക്ഷമിക്കും. കാരണം ക്രിസ്തു ക്ഷമിച്ചു. തന്നെ ഒറ്റിക്കൊടുക്കാൻ വന്ന യൂദായെ സ്നേഹിത എന്ന് വിളിച്ചവൻ, കുഞ്ഞെ എന്ന് വിളിച്ചവനാ ക്രിസ്തു. അറിയത്തില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞിട്ട് പഴയ പടകും വലയെടുത്തു കൊണ്ടുപോയ പത്രോസിനെ തേടിപ്പോയവനാ ക്രിസ്തു. തന്നെ ദ്രോഹിക്കാനും അപമാനിക്കാനും ക്രൂശിക്കാനും നിലവിളിച്ചവരെ, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ക്രൂശിക്കടന്ന് കരഞ്ഞവനാണ് ക്രിസ്തു. ആ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നാൽ ക്രിസ്തു നമ്മളിൽ പ്രതിബിംബിക്കണം. യേശു നമ്മളിൽ പ്രതിബിംബിക്കും. ആമേൻ. ഒരു കുപ്പി അല്ലെങ്കിൽ ചില്ല് പാത്രത്തിനകത്ത് ഒരു ബൾബ് കത്തിച്ചിട്ടാൽ ആ പാത്രത്തിനകത്ത് മാത്രമല്ല വെട്ടം, ആ പാത്രത്തിന് പുറത്തേക്ക് വരും. എന്നിട്ട് അവിടെ മൊത്തം പ്രകാശിക്കും. ഈ മൺകൂടാരത്തിൽ ക്രിസ്തു വന്നു കഴിയുമ്പോൾ നമുക്ക് ചുറ്റും പ്രകാശം വരും. നമ്മളെ കാണുന്നവർ ആശ്വാസം പ്രാപിക്കും. നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണും. നമ്മളെ കാണുന്നവർ രക്ഷിക്കപ്പെടും. നമ്മളെ കാണുന്നവർ സ്വർഗരാജ്യത്തിൻ്റെ മഹത്വം തിരിച്ചറിയണം. ഇവിടെ ക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ പൗലോസ് പറയുകയാ, ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്ന്. ആമേൻ. ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ കഴിയത്തില്ല എന്ന്. ആർക്കാണ് വേർതിരിക്കാൻ കഴിയാതെ പോയത്? പൗലോസ് അപ്പോസ്തലൻ പറയുക, ആപത്ത് വന്നാലും ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ ഇനി വരുവാനുള്ള ഏതെങ്കിലും വിഷയത്തിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റൊരു സൃഷ്ടിക്കും മറ്റൊരു ശക്തിക്കും ഈ സ്നേഹത്തിൽ നിന്ന്, യേശു അപ്പായിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ പറ്റില്ലെന്ന്. ഇന്ന് രാവിലെ എത്ര പേർക്ക് ആ മഹത്വം ഒന്ന് തിരിച്ചറിയാൻ കഴിയും? എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? യേശുവേ, ആ സ്നേഹം എന്നിലേക്കൊന്ന് തരണമേ, ആ കൃപ എനിക്കൊന്ന് തരണമേ, അങ്ങൻ്റെ ഉള്ളിലൊന്ന് വരണമേ, അങ്ങയാകുന്ന പാറയിൽ എന്നെ ഒന്ന് പണിയണേ. വെള്ളം ഇരമ്പിക്കേറിയാലും പ്രതികൂലം തിരമാല പോലെ ആഞ്ഞടിച്ചാലും ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് പറയണമെങ്കിൽ, രോഗം വന്നാലും, ക്യാൻസർ വന്നാലും, തലവേദന വന്നാലും, ഞെരുക്കം വന്നാലും, പട്ടിണി വന്നാലും, മരണത്തിൻ്റെ പാശങ്ങൾ നമ്മെ ചുറ്റിയാലും ധൈര്യത്തോടെ നെഞ്ചും വിരിച്ചു പറയണം, ഇവയ്ക്കൊന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ പറ്റില്ല. ആഴം തിരിച്ചറിഞ്ഞ പൗലോസ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അറിഞ്ഞ പൗലോസ് പറയുകയാണ്, ഇല്ല, എന്നെ ഇതിനകത്തൊന്നും ഒതുക്കാൻ പറ്റില്ല. കാരണം ഇതിലൊക്കെ എത്രയോ മേളിലാ എൻ്റെ ക്രിസ്തു എൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്നത്. അങ്ങനാണെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം ഏറ്റെടുക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ നിങ്ങളോട് ദൂത് പറയാം, നിങ്ങളുടെ ഉള്ളിൽ ഈ ക്രിസ്തു വെളിപ്പെടട്ടെ. നിങ്ങൾ പാറയാകുന്ന ക്രിസ്തുവിൽ പണിയട്ടെ. മണ്ണിൽ പണിത് തകർന്നു പോകല്ല്.
പ്രതികൂലമായ മഴ പെയ്യാം, പ്രതികൂലമായ ഓളങ്ങൾ, തിരമാലകൾ നിനക്കെതിരെ ഇരമ്പിക്കേറി വരാം. പക്ഷേ നിന്റെ ഫൗണ്ടേഷൻ ക്രിസ്തുവിലാണെങ്കിൽ ജീവിതം തകരാതിരിക്കാൻ ക്രിസ്തുവിൽ നീ പണിയപ്പെടണം. പ്രാർത്ഥിക്കട്ടെ. ഇന്ന് രാവിലെ ഈ ദൂത് മനസ്സിലായെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് യേശുവിനോടൊന്ന് പറഞ്ഞേ, യേശുപ്പാ, അങ്ങയുടെ സ്നേഹം എനിക്ക് തരണേ, അങ്ങയുടെ കൃപ എനിക്ക് തരണേ, ക്രിസ്തു എന്ന വെളിപ്പാടിനകത്ത് എന്നെ നിർത്തണേ, ക്രിസ്തുവിൻ്റെ ആഴം എന്നെ പഠിപ്പിക്കണേ, ക്രിസ്തുവിൻ്റെ ജയം എനിക്ക് തരണേ. ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇരിക്കുന്ന ഇരിപ്പിൽ, കിടക്കുന്ന കിടപ്പിൽ കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ, യേശുവപ്പായുടെ സ്നേഹം എനിക്ക് വേണം. യേശുവപ്പായുടെ ആ മാധുര്യ ശബ്ദം എന്നെ കേൾപ്പിക്കണം. യേശുവപ്പായോട് ചേർന്ന് എനിക്കിരിക്കണം. യേശുവപ്പ എനിക്ക് വേണ്ടി മരിച്ചത് ഓർക്കുമ്പോൾ ഞാൻ അങ്ങിൽ നിന്ന് അകന്നു പോകാതെ ഒരു ശക്തിക്കും എന്നെ അങ്ങിൽ നിന്ന് വേർപിരിക്കല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. എൻ്റെ പ്രിയ സ്നേഹിത, നിന്നെ അങ്ങനെ കിടത്തിയിരിക്കുന്നത് കർത്താവിന് നിന്നെ ആവശ്യമുള്ളത് കൊണ്ടാണ്. നിന്നെ അങ്ങനെ ആക്കി വച്ചിരിക്കുന്നത് ഒരുപക്ഷെ നീ ബെഡിലാകാം, ഒരുപക്ഷെ നീ രോഗത്തിൻ്റെ ഏതെങ്കിലും തരികൾ നിന്നെ പിടിച്ചിട്ടുണ്ടാകാം, ഏതെങ്കിലും സാഹചര്യത്തിൽ നീ തകർന്നിരിക്കുകയായിരിക്കാം. ഇത് മാറ്റിത്തരാൻ കർത്താവിന് കഴിയാത്തത് കൊണ്ടല്ല, നിത്യതയിൽ നിന്നെ വേണം. കഴിഞ്ഞ നാളുകളിൽ നീ ചെയ്ത രഹസ്യ പാപങ്ങൾ, നീ ചെയ്ത രഹസ്യ പ്രവൃത്തികൾ യേശു കണ്ടിട്ടുണ്ട്. അതുമായി നീ ഇപ്പോൾ മരിച്ചാൽ നിനക്ക് നിത്യത കിട്ടിയില്ല. അതുകൊണ്ട് നിന്നെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. ഒന്ന് രൂപാന്തരപ്പെടുത്താൻ, ഒന്ന് മാനസാന്തരപ്പെടുത്താൻ, യേശുവിലേക്ക് നടുപ്പിക്കാൻ, ആ സ്നേഹത്തിൽ നിന്നെ ഒന്ന് കുളിപ്പിച്ചെടുക്കാൻ കർത്താവ് നിനക്ക് ടൈം തന്നിരിക്കുക. അങ്ങനെയെങ്കിൽ ക്രിസ്തു എന്ന ഫൗണ്ടേഷനകത്താ നിന്റെ ജീവിതം, ക്രിസ്തു എന്ന ഫൗണ്ടേഷനകത്താ നിന്റെ വീട്, ക്രിസ്തു എന്ന ഫൗണ്ടേഷനകത്താ നിന്റെ കുഞ്ഞുങ്ങൾ. അങ്ങനെയുള്ള വീട് തകരത്തില്ല, അങ്ങനെയുള്ള വ്യക്തി തകരത്തില്ല. ക്രിസ്തുവിലാണ് നിന്റെ കുഞ്ഞുങ്ങളെങ്കിൽ മാതാവേ, പിതാവേ, നിന്നെ വിട്ട് നിന്റെ കുഞ്ഞുങ്ങൾ ബാംഗ്ലൂരിലോ മദ്രാസിലോ ഹൈദരാബാദിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ എവിടെയും പോട്ടെ, ആ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം അവർ ക്രിസ്തു എന്ന പാറയിലാണ് പണിതിരിക്കുന്നത്, മണ്ണിലാണ് പണിതിരിക്കുന്നെങ്കിൽ അല്പം കഴിയുമ്പോൾ നിൻ്റെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. ലോകമയങ്ങൾ അവരെ പിടിക്കും, ലോകശക്തികൾ അവരെ കീഴ്പ്പെടുത്തും. എന്നാൽ ക്രിസ്തുവിലാണ് നീ പണിയപ്പെടുന്നെങ്കിൽ നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, നിന്നെ ഒതുക്കാൻ ഒരു പൈശാചിക മേഖലയ്ക്കും കഴിയത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, അങ്ങനെ എന്നെ പണിയണമേ എന്ന്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല ദൂതിനായ സ്തോത്രം. ഇന്ന് രാവിലെ യേശുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാൻ, അങ്ങാകുന്ന പാറയിൽ ഞങ്ങൾ പണിയപ്പെടാൻ, കാറ്റ് വന്നാലും പ്രതികൂലം വന്നാലും പ്രതിസന്ധി വന്നാലും ക്ഷീണിച്ചു പോകാതെ തകർന്നു പോകാതെ ഞങ്ങൾ ജയാളികളായി നിൽക്കാൻ അഭിഷേകത്തിൻ്റെ ശക്തി, കൃപയുടെ ശക്തി, ബലത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് പകർന്നു നൽകി. ആത്മാവിൽ ഞങ്ങൾ പോരാടി, ആത്മാവിൽ ഞങ്ങൾ ജയം പ്രാപിച്ച്, കാറ്റ് വന്നാലും പ്രതികൂലമായ തിരമാലകൾ ഞങ്ങൾക്ക് നേരെ ആഞ്ഞടിച്ചാലും ഞങ്ങൾ തകർന്നു പോകാതെ പാറയിൽ പണിത വീട് പോലെ ക്രിസ്തുവിൽ പണിയാൻ ഞങ്ങളെ നീ ഒരുക്കുന്നതിനായി സ്തോത്രം. ഈ ജനത്തെ സൗഖ്യമാക്കണേ, ഇവരെ രൂപാന്തരപ്പെടുത്തണേ, ഇവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണേ. ഈ സന്ദേശം ആയിരങ്ങളുടെ കാതുകളിൽ കേൾക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ദുഷ്ടശക്തിയെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം ആയിരക്കണക്കിന് ജനത്തിന് വിടുതലാകട്ടെ. അവരെ കർത്താവിൽ പണിയപ്പെടട്ടെ, ജയം പ്രാപിക്കട്ടെ. യേശുവിൻ നാമം തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് യേശുവിൽ വളരാം, യേശുവിൽ നിലനിൽക്കാം. യേശു മാത്രമാണ് നമ്മുടെ രക്ഷകൻ. ആ ക്രിസ്തുവാകുന്ന പാറയിൽ നീ പണിയപ്പെടൂ. ഒരു പ്രതിസന്ധിയും നിന്നെ തകർക്കില്ല. നിങ്ങൾക്കൊരു ജയമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.